മകൻ ദേവസൂതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു. എന്താ ഉണ്ണീശോ പുൽക്കൂട്ടി ജനിച്ചത്? എല്ലാരും ഹോസ്പിറ്റലിലല്ലേ ജനിക്കുക? അതെ, എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞുവാവ് ഉണ്ടായത് ഹോസ്പിറ്റലിലാ. അതെ, ടാക്സി കിട്ടിക്കാണില്ല. അയ്യേ, അന്ന് ടാക്സി ഒന്നും ഉണ്ടായില്ല. ഈശോ ഉണ്ടായില്ലേ എത്ര നാൾ മുമ്പാണെന്ന് എനിക്കറിയാവോ? എത്ര നാള് മുമ്പാ? അതെനിക്കറിയത്തില്ല, ഒത്തിരി നാൾ മുമ്പാ. ഒത്തിരി എന്ന് വെച്ചാ? ഒത്തിരി ഞാനൊക്കെ ജനിക്കുന്ന മുമ്പാ. അതിപ്പോൾ ആരോട് ഒന്ന് ചോദിക്കുക? അത് ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. ഇപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. Merry Christmas, Merry Christmas. എടി, നമ്മൾക്കത് സാന്റയോട് ചോദിച്ചാലോ? ചോദിക്കാം. സാന്റാ, എന്താ കുട്ടികളെ? ഞങ്ങൾക്കൊരു സംശയം. സംശയമോ? കുട്ടികളായ സംശയങ്ങൾ ചോദിക്കണം. ചോദിക്കേ. സാന്റാ, ഉണ്ണീശോ എന്താ പുൽക്കൂട്ടി ഉണ്ടായത്? നമ്മളൊക്കെ ഹോസ്പിറ്റലിലല്ലേ ഉണ്ടായത്? അത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഉണ്ണീശോ എന്നാ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാ ഉണ്ടായത്? ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ്. അതൊരു വലിയ കഥയാ. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വന്ന കഥ. ദൈവത്തിന്റെ അമ്മയാകാൻ ദൈവം പരിശുദ്ധയായ ഒരു സ്ത്രീയെ അന്വേഷിച്ചു. ഒടുവിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായ മേരിയെ കണ്ടെത്തി. എന്നിട്ട് ഈ വാർത്ത മേരിയെ അറിയിക്കാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. ഒരു മാലാഖയെ, ഗബ്രിയേൽ മാലാഖ. ദൈവകൃപ നിറഞ്ഞവളേ, സ്വസ്തി, കർത്താവ് നിന്നോട്. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തി. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ നീ അവന് യേശു എന്ന് പേരിട. അവൻ വലിയവനായി അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കൂബിന്റെ ഭവനത്തിനുമേൽ അവൻ എന്നേക്കും ഭരണം നടണം. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇന്ന് 6-ാം മാസം. ദൈവത്തിനൊന്നും അസാധ്യമായില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ മാലാഖ പറഞ്ഞത് മറിയം വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പന ശിരസാ വഹിച്ചു. ഈ വിവരം ജോസഫിനെ അറിയിക്കണ്ടേ? അതിന് മാലാഖ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു.
ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കാൻ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടും. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. അങ്ങനെ ജോസഫ് മറിയത്തെ വിവാഹം കഴിച്ചു. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയത്തെയും കൂട്ടിപ്പോയി. അയ്യോ, എനിക്ക് വയ്യ. അതാ അവിടെ ഒരു വീട് കാണുന്നു. നമുക്കവിടെ ഇടം കിട്ടുമോ എന്ന് ചോദിക്കാം. ഇവിടെ ആരും ഇല്ലേ? ആരാ? എന്തു വേണം? ഞങ്ങൾ നസ്രത്തിൽ നിന്നും വരികയാണ്. ബേത്ലഹേമിലേക്ക് പോകുന്നു. വളരെ ക്ഷീണിതയും പൂർണ്ണ ഗർഭിണിയുമായ എൻ്റെ ഭാര്യയ്ക്ക് ഈ രാത്രിയിൽ വിശ്രമിക്കാൻ ദയവായി സ്ഥലം നൽകണം. ഇവിടെ എനിക്കും കുടുംബത്തിനും കഴിയാനുള്ള ഇടമേ ഉള്ളൂ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അയ്യോ, അങ്ങനെ പറയരുതേ. കടന്നു പോകൂ. അയ്യോ, എനിക്കൊരടി പോലും നടക്കാൻ വയ്യ. ദാഹിച്ചിട്ടാണെങ്കിൽ തൊണ്ട വരളുന്നു. അമ്മേ. ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്കിലും നിന്റെ ഹിതം പോലെ തന്നെ നടക്കട്ടെ. നമുക്ക് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചാലോ? ആ വീട്ടിൽ പ്രകാശം കാണുന്നു. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആരും ഇല്ലേ? എന്തു വേണം? ഞങ്ങൾ ബേത്ലഹേമിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ എത്തിയപ്പോൾ നേരമിരുട്ടി. ക്ഷീണിതയും പൂർണ്ണ ഗർഭിണിയുമായ എൻ്റെ ഭാര്യയ്ക്ക് ഈ രാത്രി വിശ്രമിക്കാൻ ദയവായി ഭവനത്തിൽ ഇടം നൽകണം. ഇവിടെ സ്ഥലമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കൂ. ഇത് സത്രമൊന്നുമല്ല. ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. ഈ അവസ്ഥയിൽ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഏതവസ്ഥയിലാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുതേ. അവരുടെ അവസ്ഥ കണ്ടില്ലേ? അവരിവിടെ എങ്ങാനും വിശ്രമിച്ചോട്ടെ. രാവിലെ അങ്ങ് പോയിക്കോളൂ. വീട്ടിനുള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോകുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ വീട്ടിനുള്ളിലേക്ക് കയറ്റാനും കഴിയില്ല. എന്താ ഇപ്പം ചെയ്യുക? ആ കാലിത്തൊഴുത്തിൽ കുറച്ചിടമുണ്ട്. നിങ്ങൾ അവിടെ വിശ്രമിച്ചിട്ട് രാവിലെ പോയിക്കോ. വളരെ ഉപകാരം. ഏറെ താമസിക്കാതെ തന്നെ മറിയത്തിന് പ്രസവവേദന ആരംഭിക്കുകയും ലോകരക്ഷകനായ ഉണ്ണീശോയ്ക്ക് ജന്മം നൽകുകയും ചെയ്തു. ആ കുഞ്ഞിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവർ പുൽത്തൊട്ടിലിൽ കിടത്തി. അക്കാലത്ത് ഇന്നത്തെ പോലെ ആശുപത്രികളില്ലായിരുന്നു. സത്രങ്ങളിലൊന്നും അവർക്ക് സ്ഥലം ലഭിച്ചതുമില്ല. അയ്യോ,
അയ്യോ പാവം ഉണ്ണീശോ. ആ രാത്രിയിൽ ആ പ്രദേശത്ത് ആടുകളെയെല്ലാം വിശ്രമിക്കാൻ വിട്ടിട്ട് അവയ്ക്ക് കാവലിരിക്കുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ഉണ്ണീശോയുടെ ജനനം ദൈവദൂതൻ വഴി ആദ്യം അറിയുന്നത് ഈ ആട്ടിടയന്മാരാ. കൂട്ടരെ, അങ്ങോട്ട് നോക്കൂ. ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തം ചെയ്യുന്നു. പാതിരാ പക്ഷികൾ പതിവിലും മധുരമായി പാടുന്നു. അങ്ങ് അകലെ കാഹളം കേൾക്കുന്നു. അതെ, ഇന്ന് ലോകത്ത് എന്തോ നല്ലത് സംഭവിക്കുന്നത് പോലെ. നമ്മുടെ ആടുകൾ പതിവിലും നന്നായി ആഹാരം കഴിച്ച് വിശ്രമിക്കുന്നു. ഇന്ന് ആഘോഷങ്ങളുടെ രാവാണ്. നമുക്ക് ദൈവത്തെ സ്തുതിച്ചും നൃത്തം ചെയ്തും ആഘോഷിക്കാം. വരൂ. താരാകുമാരികൾ തൻ സംഗീത മാധുരി, താരാകുമാരികൾ തൻ സംഗീത മാധുരി, താരാപദങ്ങളിൽ ഉയരുന്ന രാത്രി, തൂമഞ്ഞു പെയ്യുമീ രാത്രി, സ്വർഗീയ രാത്രി, തൂമഞ്ഞു പെയ്യുമീ രാത്രി, സ്വർഗീയ രാത്രി. ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണം നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് ബേത്ലഹേം വരെ പോയാലോ? കർത്താവ് നമ്മളെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ശരി, നമുക്ക് പോകാം. വരൂ. ഉണ്ണീശോയുടെ ജനനമറിയിച്ച് ആകാശത്തൊരടയാളം വന്നു. ഒരു നക്ഷത്രം. ഈ നക്ഷത്രം നോക്കി പൗരസ്ത്യദേശത്ത് നിന്നും 3 ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്നത്തെ രാജാവായിരുന്ന ഹേറോദേസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് അന്വേഷിച്ചു. ഇതറിഞ്ഞ് അസ്വസ്ഥനായ ഹേറോദേസ് രാജാവ് ഉടനെ തന്നെ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചു വരുത്തി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ. അപ്പോൾ ഹേറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് അന്വേഷിച്ചു. എന്നിട്ടവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു.
സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ ഉറങ്ങരുതേ ഇടയന്മാരെ സന്മനസ്സുള്ളവർക്കായിതാ പാരിൻ രക്ഷകൻ ദേവസുതൻ